ഡ്രൈ ഡേ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി എല്ലാവർക്കും ഒറ്റ റീസൺ ഉണ്ടാവുള്ളൂ. അത് ഇതിലെ നായകനായിട്ട് അഭിനയിച്ച ജിതേന്ദ്രകുമാറാണ്. കാരണം പഞ്ചായത്ത് എന്ന് പറഞ്ഞ സീരീസിലൂടെ എല്ലാവർക്കും ഫേവറേറ്റ് ആയ ഒരു കഥാപാത്രമുണ്ട്, അഭിഷേക്. പുള്ളിയാണ് ഇതിലെ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഡ്രൈ ഡേ, മദ്യമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമയാണ്. ഇതിലെ കഥാപാത്രത്തിന് പേര് ഗണ്ണു എന്നാണ്. പുള്ളി ഒരു വലിയൊരു പാർട്ടിക്കാരൻ്റെ ഒരു റൈറ്റ് ഹാൻഡാണ്. പുള്ളിയും കൂട്ടുകാരും കൊണ്ട് ഫുള്ള് വെള്ളമൊക്കെ അടിച്ച് ഇങ്ങനെ തേരാപ്പാരം എടുക്കുന്ന കഥാപാത്രമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ പുള്ളി ഇലക്ഷനിൽ നിൽക്കുന്നതും നടന്ന കുറേ സംഭവങ്ങളൊക്കെയാണ് ഈ ഡ്രൈ ഡേയുടെ ഒരു സ്റ്റോറി ലൈൻ വരുന്നത്. എനിക്ക് ഇങ്ങനത്തെ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഗ്രാമം, ഒരു നായകൻ്റെ വാലെ 3-4-5 പേര്, അവർ ചെയ്യുന്ന കുറേ മണ്ടത്തരങ്ങൾ, അത് ഭയങ്കര രസം. അത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫണ്ണാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ സിനിമ. അത് പഞ്ചായത്ത് സീരീസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഇത് ഫുള്ളൊരു ഫൺ മൂവിയല്ല, കുറേയൊക്കെ ഫണ്ണാണ്. അതിനുശേഷം കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇമോഷണൽ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. മദ്യപാനം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഈ ഗണ്ണുമിൻ്റെ കൂട്ടുകാരും വെള്ളമടിച്ച് ചെയ്യുന്ന കുറേ സംഭവങ്ങളൊക്കെ നല്ല ഫൺ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇതിലെ നായകൻ ജിതേന്ദ്രകുമാർ, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, പുള്ളി നല്ല സൂപ്പർ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തോന്നിയ കാര്യം, കുറച്ച് അവസാനത്തേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും കുറച്ച് അധികം ഇമോഷണൽ സീൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ പുള്ളിയുടെ കുറച്ച് റിയാക്ഷൻസ്, എക്സ്പ്രഷൻസൊക്കെ കുറച്ചൊരു എന്താ പറയുക, ഇതായിട്ട് തോന്നി എനിക്ക്. ചിലപ്പോൾ എൻ്റെ തോന്നലാവാം. ബാക്കി കാര്യങ്ങളൊക്കെ പുള്ളി നല്ല അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ പുള്ളിയുടെ കൂട്ടുള്ള ഗ്യാങ്ങിലെ ചെക്കന്മാരും ഒക്കെ നല്ല രസമായി. നല്ലൊരു ചെറിയ ചെക്കനൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല അടിപൊളി തന്നെയായിരുന്നു. പിന്നെ ഇതിൽ നായികയായിട്ടുള്ളത് ശ്രീയ പിൽഗാവൻകറാണ്. പുള്ളിക്കാരൻ നല്ല സ്ട്രോങ് റോളായിരുന്നു, ഗണ്ണുവിൻ്റെ ഭാര്യയായിട്ട്. നല്ല അടിപൊളി, നല്ല എന്താ പറയുക, പവർഫുൾ മീൻസ് ഒരു സ്ട്രോങ് ബോൾഡ് ആയിട്ടുള്ള റോളായിട്ടായിരുന്നു പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. ബാക്കി എല്ലാം കൊണ്ട് തന്നെ കണ്ടിരിക്കാതെ നല്ലൊരു സിനിമ തന്നെയാണ്. അവസാനം പൊളിറ്റിക്സിൻ്റെ കുറേ എന്താ പറയുക, നമ്മുടെ ഗ്രാമ സിനിമയാകുമ്പോഴത്തേക്കും ഫുള്ള് എന്താ പറയുക, വലിയ ഈ പൊളിറ്റിക്സിൻ്റെ കുറേ ഡബിൾ ഗെയിമും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കുറേ കാണിക്കുന്നുണ്ട്. നല്ലൊരു രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടി. എന്തായാലും എല്ലാവർക്കും കാണാൻ നല്ലൊരു സിനിമ തന്നെയാണ് കേട്ടോ. താങ്ക് യു.